UDF എത്ര വീട് കൊടുക്കുന്ന 100 വീട് കൊടുക്കുന്നു പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് 30 വീട് കൊടുക്കുന്നു പറഞ്ഞു. ഇന്നേ വരെ പണം പിരിച്ചതിന്റെ കണക്ക് പോലുമില്ല. ഒറ്റ വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്കോ മലയാള മനോരമയ്ക്ക് അത് 8ാം പേജിലെ വാർത്തയാണ്. 8ാം പേജിലെ വാർത്തയായിരുന്നു. അമിത്ഷാ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ, RSS മുതൽ VD സതീശൻ വരെയുള്ള ആളുകൾ, RSS അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം കേരളമാണ് എന്നാണ്. RSS ഉണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന എല്ലാ ശക്തികളും കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി അവർക്കാർക്കും അവരുടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഈ ഗവൺമെന്റ് അവസരം കൊടുത്തിട്ടില്ല എന്നതാണ് പ്രത്യേകത. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്ത് മതനിരപേക്ഷ ശക്തികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത്. ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കും എന്ന്. അപ്പൊ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കുക എന്നത് അമിത്ഷായുടെയും BJPയുടെയും RSSന്റെയും ഒപ്പം നേരത്തെ സഖാവ് വിജയരാഘവൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ വലതുപക്ഷത്തിന്റെയും പൊതുലക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് അമിത്ഷാ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ, RSS മുതൽ VD സതീശൻ വരെയുള്ള ആളുകൾ ഒരുമിക്കുന്നത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ? BJPയും കോൺഗ്രസും രാജ്യത്തെ മറ്റെല്ലാ ഗവൺമെന്റുകളും പിന്തുടർന്നു വരുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യയിൽ വിജയകരമായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ് ഗവൺമെന്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ബദൽ നയങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണ്. അതോടൊപ്പം BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങളെയും അവരുടെ സർക്കാരുകളുടെ പൊള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുകയാണ് കേരള മാതൃക എന്നത്. ആ കേരള മാതൃക അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മാതൃക സാമൂഹിക പുരോഗതിയുടെ മാത്രം മാതൃകയല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന്റെ മാത്രം മാതൃകയല്ല, അത് വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയുടെ മാതൃക കൂടിയാണ്. കഴിഞ്ഞ 10 കൊല്ലം 1ഉം 2ഉം പിണറായി സർക്കാരുകൾ അധികാരത്തിലിരുന്ന ഈ 10 കൊല്ലം കേരളം ഇന്ത്യയിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് അഭിമാനകരമായ വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ എന്നതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ കൂടിയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷമുണ്ടായ 10 കൊല്ലമാണ്. മോദി ഭരണത്തിന്റെ തണലിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, നടത്തുന്ന ആരാധനയുടെ പേരിൽ എവിടെയും ഏതൊരു സന്ദർഭത്തിലും മനുഷ്യരാക്രമിക്കപ്പെട്ടേക്കാമെന്ന സ്ഥിതി നിലനിൽക്കുമ്പോൾ, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഇന്ത്യയിൽ പതിവായി മാറിയപ്പോൾ കഴിഞ്ഞ 10 വർഷം ഒരു വർഗീയ സംഘർഷം പോലുമില്ലാതെ നിലനിന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ. അത് ഇടതുപക്ഷം ഭരിച്ച ഈ കേരളമാണ് എന്നത് ചെറിയ നിസ്സാരമായ കാര്യമല്ല. രാജ്യം മുഴുവൻ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടൊരു കാലത്ത് എവിടെയും ഏതു നിമിഷവും ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന അരക്ഷിതമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു സംസ്ഥാനം മാത്രം വർഗീയ സംഘർഷങ്ങളില്ലാതെ, കലാപങ്ങളില്ലാതെ, മതസൗഹാർദ്ദത്തിന്റെ, ജനങ്ങൾ തമ്മിലുള്ള യോജിപ്പിന്റെ, ഐക്യത്തിന്റെ മഹാമാതൃകയായി നിൽക്കുകയാണ്. എന്താ കാരണം? ഒരൊറ്റ കാരണമേയുള്ളൂ. അടിയുറച്ച, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റാണ് കേരളത്തിൽ എന്നതാണ്. ഇവിടെ വർഗീയ ശക്തികൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യയിലുള്ള എല്ലാ വർഗീയ ശക്തികളും ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. RSS അവകാശപ്പെടുന്നത്
ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം കേരളമാണ് എന്നാണ്. RSS ഉണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന എല്ലാ ശക്തികളും കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി അവർക്കാർക്കും അവരുടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഈ ഗവൺമെന്റ് അവസരം കൊടുത്തിട്ടില്ല എന്നതാണ് പ്രത്യേകത. മാളങ്ങളിൽ നിന്നും പുറത്തിറങ്ങി പത്തി വിടർത്താൻ അവർക്കാർക്കും ധൈര്യം വന്നിട്ടില്ല. കാരണം പത്തി ഉയർത്തിയാൽ ആ പത്തി അടിച്ച് താഴെയിടാൻ കേൾപ്പുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ അവരിങ്ങനെ ഊഴം കാത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാളത്തിൽ നിന്ന് തല പുറത്തേക്കിടുകയാണ്. ഞങ്ങൾക്ക് ഇഴഞ്ഞിറങ്ങാൻ സമയമായോ എന്ന് ഊഴം കാത്തിരിക്കുകയാണ്. അവരെ മാളത്തിൽ നിന്ന് പുറത്തിറക്കാൻ കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് RSSന്റെ ആചാര്യൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി നിലവിളക്ക് തെളിയിച്ച് വണങ്ങി ആദരവ് പ്രകടിപ്പിക്കുന്നതും അതേസമയം തന്നെ മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും നമ്മൾ കാണുകയാണ്. എന്താ ലക്ഷ്യം? എല്ലാ വർഗീയ ശക്തികളെയും ഒരുമിപ്പിക്കുക. ആർക്കെതിരെ? ഇടതുപക്ഷത്തിനെതിരെ. അപ്പോൾ ഇവരെയെല്ലാം ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തായിരിക്കും പ്രത്യാഘാതം? ഈ വർഗീയ ശക്തികളെയെല്ലാം ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ UDFന്റെ നേതൃത്വത്തിൽ ഈ വർഗീയ ശക്തികളെ മുഴുവൻ അണിനിരത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം? കേരളത്തിന്റെ അനുഭവമുണ്ട്. ഈ 10 വർഷത്തിനു മുമ്പ് UDF അധികാരത്തിലിരുന്ന കാലങ്ങളിലെല്ലാം എന്താണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്? ഈ പാലക്കാട്ട് വർഗീയ കലാപം നടക്കുന്നത്, വെടിവെപ്പും സിറാജുന്നീസയുടെ കൊലപാതകവും നടക്കുന്നത് കേരളത്തിൽ UDF അധികാരത്തിലിരുന്നപ്പോഴാണ്. ആലപ്പുഴയിലെ നബിദിന ഘോഷയാത്രയ്ക്ക് നേരെയുള്ള വെടിവെപ്പ് നടന്നത് UDFന്റെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോഴാണ്. മട്ടാഞ്ചേരി കലാപവും പൂന്തറ കലാപവും നടന്നത് UDF ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോഴാണ്. 1970കളുടെ തുടക്കത്തിൽ തലശ്ശേരി കലാപം നടന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോഴാണ്. മാറാട് 1ഉം മാറാട് 2ഉം കലാപം നടന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. ഇന്ത്യയിൽ ഗുജറാത്തിലല്ലാതെ മറ്റൊരിടത്തും 14 മാസത്തിന്റെ ഇടവേളയിൽ 2 കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. 14 മാസത്തിന്റെ ഇടവേളയിൽ 2 കലാപം ഉണ്ടായിട്ടുള്ളത് ഗുജറാത്തിലും പിന്നെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോ കേരളത്തിലുമാണ്. അതാണ് കേരളത്തിന്റെ അനുഭവം. UDFന്റെ ഭരണകാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. UDFന്റെ ഭരണകാലത്ത് പാഠപുസ്തകം ഓണപരീക്ഷയ്ക്ക് പോലും കിട്ടിയിരുന്നില്ല എന്നത് മാത്രമല്ല പ്രശ്നം. UDFന്റെ ഭരണകാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്നത് മാത്രമല്ല പ്രശ്നം. UDFന്റെ ഭരണകാലത്ത് വർഗീയ ശക്തികൾ പത്തി വിടർത്തിയാടിയിരുന്ന കാലമാണ്. വർഗീയ ശക്തികൾ നാടിനെ ഭിന്നിപ്പിച്ച കാലമാണ്. വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായ കാലമാണ്. LDFന്റെ ഭരണം വന്നപ്പോൾ പവർ കട്ടിന്റെ ഇരുട്ടകന്നു, വെളിച്ചം വന്നു എന്നതുപോലെ തന്നെ വർഗീയതയുടെ ഇരുട്ടും അകറ്റിയ ഗവൺമെന്റാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് LDFന്റെ സർക്കാരാണ്. ലോകത്തെ വിഖ്യാതമായ പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് ദ എക്കോണമിസ്റ്റ്, ലണ്ടനിൽ നിന്നിറങ്ങുന്നത്. അവരുടെ കവർ സ്റ്റോറി പറഞ്ഞു, കേരളത്തെ അവർ വിശേഷിപ്പിച്ചു ഇന്ത്യാസ് ഡെവലപ്മെന്റ് ചാമ്പ്യൻ, ഇന്ത്യയുടെ വികസന ചാമ്പ്യനാണ് കേരളം എന്നാണ്. മലയാള മനോരമയും മാതൃഭൂമിയും വസ്തുതകളൊക്കെ മറച്ചുവെച്ചാലും ലോകമാകെയുള്ള മാധ്യമങ്ങൾ കേരളത്തിന്റെ നേട്ടങ്ങളെ, വിസ്മയകരമായ നേട്ടങ്ങളെ അത്ഭുതത്തോടെ അഭിമാനത്തോടെയാണ് കാണുന്നത്. അതാണ് വിസ്മയം എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോ 10 വർഷമായിട്ട് പവർ കട്ടില്ല, അതൊരു വിസ്മയമാണ്. ഈ ഗവൺമെന്റ് വന്നപ്പോ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി, അതൊരു വിസ്മയമാണ്. UDFന്റെ കാലത്ത് നിർത്തിപ്പോയ നാഷണൽ ഹൈവേ പുനരാരംഭിച്ചു, ഇപ്പോൾ യാഥാർത്ഥ്യമായി, അതൊരു വികസനമാണ്. മലയോര ഹൈവേയും അതുപോലെ തീരദേശ ഹൈവേയും വരുന്നു, അതൊരു വികസനമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിലുണ്ടാകുന്നു. ആ വിസ്മയത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം ഉരുളെടുത്തു പോയ ഒരു പ്രദേശം,
ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു നാട് മുഴുവൻ തുടച്ചു നീക്കപ്പെട്ട ഒരു പ്രദേശം. അവിടെയാണ് 320 ദിവസം കൊണ്ട് ഒരു നഗരം നാം പടുത്തുയർത്തിയത്, ഒരു ടൗൺഷിപ്പ് പടുത്തുയർത്തിയത്. ഫിനിക്സ് പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് ചിറകടിച്ച് പറന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഒന്നുമില്ലാത്ത എല്ലാം തകർന്ന നിലയിൽ നിന്ന് ഒരു ടൗൺഷിപ്പ് കേരളം പടുത്തുയർത്തിയത് വെറും 320 ദിവസം കൊണ്ടാണ്. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ അത് സാധ്യമാകുമായിരുന്നു. പ്രളയകാലത്ത് 2018 പ്രതിസന്ധികളുടെ നടുവിൽ ഈ നാടിനെ ചേർത്ത് പിടിച്ചതുപോലെ കോവിഡിന്റെ മഹാമാരിയുടെ കാലത്ത് ഈ നാടിനെ മുഴുവൻ ഒരുമിപ്പിച്ചു നിർത്തി ആ മഹാമാരിയെ അതിജീവിച്ചതുപോലെ വയനാട്ടിൽ നാം കണ്ടത് ലോകത്തിന് തന്നെ വിസ്മയമായി മാറിയ പുനരധിവാസത്തിന്റെ അതിജീവനത്തിന്റെ പുതിയ കേരള മാതൃകയാണ്. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ അത് സാധ്യമാകുമായിരുന്നോ? പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്കോ മലയാള മനോരമയ്ക്ക് അത് 8-ാം പേജിലെ വാർത്തയാണ്. 8-ാം പേജിലെ വാർത്തയായിരുന്നു. അവര് ഭാഗ്യത്തിന് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന മട്ടിലാണ്. കാരണം അതുകൊണ്ട് യുദ്ധത്തിന്റെ വാർത്ത കൊടുക്കുന്നു എന്ന മട്ടിൽ 1-ാം പേജിൽ ഇടമേയില്ല ആ വാർത്തയ്ക്ക്. 2-ാം പേജിലില്ല. 8-ാമത്തെ പേജിലാണ് മലയാള മനോരമ ലോകം ശ്രദ്ധിച്ച അതിജീവനത്തിന്റെ ആ മാതൃക കൊടുത്തത് എന്ന് നാം ഓർക്കണം. ആ വാർത്ത തന്നെ കൊടുത്തത് എന്നത് ഓർക്കണം. പക്ഷെ അതുകൊണ്ട് നാട്ടുകാരറിയാതെ പോയില്ല. മാധ്യമങ്ങൾ തമസ്കരിച്ചാലും ഇന്ന് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. വികാരഭരിതമായ രംഗങ്ങൾ നമ്മൾ കണ്ടില്ലേ? ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്ന മനുഷ്യരെ നാം കണ്ടു. ഈ സർക്കാരിന്റെ കരുതലിന്റെ ഗുണഭോക്താക്കളാണ് അവരെല്ലാം. മോദി വന്നു, നൈസാമോൾ എന്ന് പറയുന്ന ഒരു 3 വയസ്സുള്ള പെൺകുട്ടിയെ എടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മോദി അഭിനയിച്ചു. ഫോട്ടോ വേണ്ടത്ര എടുത്തു കഴിഞ്ഞു എന്നുറപ്പായപ്പോ തിരിച്ചുപോയി. പക്ഷേ ആ കുഞ്ഞിനും അമ്മയ്ക്കും വീട് കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ടാണ് എന്നത് ഇന്ന് ആർക്കാണ് അറിയാത്തത്? അതാണ് വ്യത്യാസം. UDF എന്താ പ്രഖ്യാപിച്ചത്? UDF എത്ര വീട് കൊടുക്കുന്ന? 100 വീട് കൊടുക്കുന്നു പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് 30 വീട് കൊടുക്കുന്നു പറഞ്ഞു. ഇന്നേ വരെ പണം പിരിച്ചതിന്റെ കണക്ക് പോലുമില്ല. ഒറ്റ വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ല. വയനാടിനെ പ്രതിനിധീകരിച്ച MP ആണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധി. ചില്ലിക്കാശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ഇതാണ് UDFന്റെ സമീപനം എന്ന് നാം കാണണം. ആ UDFന് ഈ നാടിനെ നയിക്കാനാവുമോ? ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുകയാണ്. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് LDFന് മാത്രമാണ് എന്നത് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവങ്ങളുടെ, അതിനു മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ വലതുപക്ഷത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇടതുപക്ഷ ഗവൺമെന്റിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായക രാഷ്ട്രീയ സമരമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിർണായകമായ രാഷ്ട്രീയ സമരത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേറുന്നതിന് എക്കാലത്തും ഏറ്റവും വലിയ സംഭാവന നൽകിയ ജില്ല ഈ പാലക്കാട് ജില്ലയാണ്. ഏത് കാലത്തും LDF സർക്കാർ വന്നിട്ടുണ്ടോ ഏറ്റവും വലിയ സംഭാവന പാലക്കാടിന്റേതാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ 12-ൽ 10 സീറ്റുകൾ പാലക്കാട് ജില്ലയിൽ LDF ആണ് വിജയിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം അവശേഷിക്കുന്ന 2 സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം. ആ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആസൂത്രണത്തിന്, ആ രാഷ്ട്രീയ പോരാട്ടത്തെ നയിക്കുന്നതിനുള്ള കേന്ദ്രമായിട്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരകം. അവിടുത്തെ ആദ്യത്തെ രാഷ്ട്രീയ ദൗത്യം ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് വിജയമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.